بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. قال الإمام النجدي رحمه الله: باب قول الله تعالى: ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. الآية. وقوله: قل إن كان آباؤكم وأبناؤكم إلى قوله تعالى: أحب إليكم من الله ورسوله. الآية. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. ഈ ബാബില് ശൈഖ് റഹ്മഹുല്ലാ ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദുൽ മഹബ്ബ വന്നഹി അൻ ശിർക്കിൽ മഹബ്ബ. തൗഹീദുൽ മഹബ്ബ, മഹബ്ബത്തിന്റെ തൗഹീദാണ്. അതേപോലെ തന്നെ ആ മഹബ്ബത്തിൽ ശിർക്കിനെ വിരോധിക്കുകയും ചെയ്യുന്നു. ഫലാ തൗഹീദ ഇല്ലാ ബിമഹബ്ബത്തില്ലാഹി വതഅദീമിഹി. അല്ലാഹുവിനോടുള്ള മഹബ്ബത്തും അവനെ തഅദീം ചെയ്യുന്നതും കൊണ്ടല്ലാതെ തൗഹീദ് ഉണ്ടാകുന്നതല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തും അവനെ തഅദീം ചെയ്യലും അടങ്ങിയിട്ടുള്ളതാണ് തൗഹീദ്. وإذا كان قلب العبد خالي من محبة الله فلا توحيد في قلبه. ഒരു വ്യക്തിയുടെ ഹൃദയം, അവന്റെ മനസ്സ് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തില്ലാത്തതാണ്. അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന് തൊട്ട് ശൂന്യമായിട്ടുള്ള ഹൃദയമാണ് അവൻ്റെതെങ്കിൽ അവന് തൗഹീദില്ല. ആ ഹൃദയത്തിൽ തൗഹീദില്ല എന്നർത്ഥം. ലാ തൗഹീദ ഫീ ഖൽബിഹി. والواجب على الإنسان أن يحب الله أكبر من كل شيء وأكثر من كل شيء وهكذا رسوله ودينه. ഒരു മനുഷ്യന്റെ മേലെ വാജിബായിട്ടുള്ളത് അവൻ അല്ലാഹു തആലയെ മറ്റെന്തിനേക്കാളും മേലെയായിക്കൊണ്ട് ഇഷ്ടപ്പെടണം. അതേപോലെ തന്നെ മറ്റെന്തിനേക്കാളും കൂടുതലായിക്കൊണ്ട് ഇഷ്ടപ്പെടണം. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ള ദീൻ. അപ്രകാരമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ദീനും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്ത് എന്നാൽ അത് തൗഹീദിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ആരുടെ ഹൃദയമാണോ അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിൽ നിന്ന് ശൂന്യമായത് അവന്റെ ഹൃദയത്തിൽ തൗഹീദില്ല എന്നർത്ഥം. فإذا أحب أو فإن أحب أحدا كحب الله أشركت. ഇനി അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്നു. ഏതുപോലെ? അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റെന്തിനെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്നു. ഫൈൻ അഹബ്ബ അഹദൻ കഹുബ്ബില്ലാ. അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റെന്തിനെങ്കിലും, മറ്റൊരു വ്യക്തിയെയോ മറ്റെന്തെങ്കിലും വസ്തുക്കളെയോ അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു. അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിൽ അവൻ ശിർക്ക് ചെയ്തു. വൈൻ അഹബ്ബ അഹദൻ ഔ ശൈഅൻ അക്സർ മിൻ ഹുബ്ബില്ലാ. ഇനി അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലായിക്കൊണ്ട് മറ്റാരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ അതിൽ ശിർക്ക് ചെയ്തു. വൈൻ ഖലാ ഖൽബുഹു മിൻ മഹബ്ബത്തില്ലാ വഅഹബ്ബ ഗൈറഹു കഫറ. ഇനി അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള മഹബത്തില്ല,
അല്ലാഹു തആലയോടുള്ള മഹബ്ബത്ത് ശൂന്യമാണ് അവന്റെ ഹൃദയത്തിൽ. അതോടൊപ്പം അവൻ മറ്റ് എന്തിനെയെങ്കിലും ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവൻ കുഫർ പ്രവർത്തിച്ചു. ഒന്ന്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുക, അതെന്താണ്? ശിർക്കാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലായിക്കൊണ്ട് മറ്റെന്തിനെങ്കിലും അവൻ ഇഷ്ടപ്പെടുക, അതും ശിർക്കാണ്. ഇനി അല്ലാഹു തആലയോടുള്ള മഹബ്ബത്ത് അവന്റെ ഹൃദയത്തിൽ തീരെയില്ല, എന്നാൽ മറ്റ് ആളുകളെ അവൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അത് കുഫ്റാണ്. മാ നഖൂൽ അശ്റക കഫറ ലിഅന്നഹു മാ ഫീ ഖൽബിഹി ഹുബ്ബുൻ ലില്ലാഹ് അസ്ലൻ. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അല്ലാഹു തആലയോടുള്ള മഹബ്ബത്ത് തീരെയില്ല, അസ്ലി അടിസ്ഥാനപരമായി കൊണ്ട് അല്ലാഹുവിനോട് മഹബ്ബത്തില്ല, അങ്ങനെയെങ്കിൽ ആ വ്യക്തി കാഫിറാണ്. വശിർക്കു ഇൻദമാ തുശ്രികുൽ മഹബ്ബ ലിമഹബ്ബത്തി ഗൈരിഹി. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് ഉണ്ടായിരിക്കെ അതേപോലെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മഹബ്ബത്തിലുള്ള ശിർക്കാണ്. ഏതുപോലെ അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം മറ്റെന്തിനെങ്കിലും ഇബാദത്ത് ചെയ്യുന്നത് പോലെ. അല്ലാഹു തആലയോട് മഹബ്ബത്തുണ്ടായിരിക്കെ അതേപോലെ തന്നെ അതേ ഹുബ്, അതേ മഹബ്ബത്ത് അത് മറ്റാരോടെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മഹബ്ബത്തുള്ള ശിർക്കായി. ഇനി അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോട് മഹബ്ബത്ത് തീരെയില്ല, അതേസമയം മറ്റു ആളുകളോട്, മറ്റു വ്യക്തികളോട് അവന് മഹബ്ബത്തുണ്ട് എങ്കിൽ അത് കുഫ്റാണ്. ഏതുപോലെ അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുന്നില്ല, എന്നാൽ മറ്റ് ഇലാഹുകൾ അവൻ ഇബാദത്ത് ചെയ്യുന്നു, അത് കുഫ്റാകുന്നത് പോലെ. ഖാല റഹിമഹുല്ലാഹ് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും وأزواجكم وعشيرتكم وأموال افترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين قل إن كان آباؤكم وأبناؤكم وإخوانكم, നിങ്ങളുടെ പിതാക്കന്മാരും അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകൾ, ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, വഅശീറത്തുക്കും നിങ്ങളുടെ പിതാവിന്റെ കുടുംബബന്ധത്തിലുള്ള ആളുകൾ, വഅംവാലുൻ ഇഫ്തറഫ്തുമൂഹ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ നിങ്ങൾ മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ സമ്പാദ്യം. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അതെല്ലാം നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഫതറബ്ബസു ഫന്തദിറു നിങ്ങൾ കാത്തിരിക്കുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. فبدأ بحب الله ولا بد من محبة رسوله ودينه وهو من حب الله. അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുക എന്നതിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക, അവന്റെ ദീനിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി ബിൽ അദാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ള താക്കീതാണ്. توعد الله عز وجل من كان يحب أباه أو ابنه أو أخاه أو زوجته أو عشيرته أو ماله أو تجارته أو مسكنه أكثر من حب الله ورسوله أو حب الجهاد حدده الله بقوله فتربصوا. ഏതൊരാളാണോ തൻ്റെ പിതാവിനെ, തൻ്റെ സന്താനത്തെ, അല്ലെങ്കിൽ തൻ്റെ സഹോദരനെ, തൻ്റെ ഭാര്യയെ, തൻ്റെ സമ്പത്തിനെ, തൻ്റെ കച്ചവടത്തെ, തൻ്റെ വീട്, അതുപോലെ താമസിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ അല്ലാഹു തആലയെക്കാളും ആരാണ് അവന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഇഷ്ടപ്പെടുന്നത്,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള താക്കീതാണ്. ഫതറബ്ബസു, അല്ലാഹു തആലയുടെ അദാബിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നവരാണ്, അതുപോലെ തന്റെ സന്താനങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്, തന്റെ സമ്പാദ്യത്തെ കച്ചവടത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടില്ല. പിന്നെ എന്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിരോധിക്കുന്നത് അല്ലെങ്കിൽ താക്കീത് ഏത് കാര്യത്തിൽ തൊട്ടാണ്? അത് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയാലുള്ള ഇഷ്ടം ഈ പറയുന്ന സന്താനങ്ങളോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും ഭാര്യമാരോടും ഉണ്ടാവും, അതുപോലെ തന്നെ സമ്പത്തിനോടുണ്ടാകും. അത് മനുഷ്യന്റെ പ്രകൃതിയാലുള്ള ഇഷ്ടമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിരോധിച്ചിട്ടില്ല. എന്നാൽ ഇദസ്ദാദ ഹുബ്ബഹാ അലാ ഹുബ്ബില്ലാഹി വ റസൂലി, ആ ഇഷ്ടം അള്ളാഹുവിനെയും അവന്റെ റസൂലിനോടുള്ള ഇഷ്ടത്തെക്കാളും കൂടുതലായി കഴിഞ്ഞാൽ, അതിന്റെ മേലെ വർദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അപകടത്തിലാണ്. قال رحمه الله وعن أنس أن رسول الله صلى الله عليه وسلم قال لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين أخرجاه. أنس بن مالك رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും തന്നെ മുഅ്മിനാകുന്നതല്ല, നിങ്ങൾ ഒരാളും തന്നെ വിശ്വാസിയാകുന്നതല്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, അവന്റെ സന്താനത്തെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും മറ്റ് എല്ലാ ജനങ്ങളെക്കാളും ഞാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് വരെ ഒരാളും മുഅ്മിനാകുന്നതല്ല. മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനോടുള്ള മഹബത്തും അവനിൽ നിന്നുള്ള പ്രതീക്ഷയോടും കൂടി അതോടൊപ്പം ഭയത്തോടും കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലാഹു തആലയോട് മഹബത്തുള്ളവരാണ്. വയഅ്ബുദൂന അല്ലാഹ ബിൽ മഹബ്ബത്തി വർ-റജാഇ വൽ ഖൗഫ്, അല്ലാഹു തആല അവർ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ടും പ്രതീക്ഷ കൊണ്ടും റജാ കൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുമാണ്. അൽ മഹബ്ബ വർ-റജാ വൽ ഖൗഫ്, ഈ മൂന്നും കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. വസ്സൂഫിയ്യ യുഹിബ്ബൂന അല്ലാഹ ഇമ്മാ ബിൽ ഖൗഫ് ഫഖത്ത്, എന്നാൽ സൂഫികളാണെങ്കിൽ അല്ലാഹു തആല അവരെ ഇഷ്ടപ്പെടുന്നു ഒന്നുകിൽ ഖൗഫ് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, ഔ ബിർ റജ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ കൊണ്ട്, അള്ളാഹു തആല തങ്ങളുടെ ഏത് തിന്മകളും പുറത്തു തരും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രം. അവിൽ മഹബ്ബ ഫഖത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. ബഅദുഹും യഅ്ബുദുല്ലാഹ ബിൽ മഹബ്ബ ഫഖത്ത്, സൂഫികളിൽ ചിലർ അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹു തആലയുടെ മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ്. വബഅദുഹും യഅ്ബുദുല്ലാഹ ബിൽ ഖൗഫ്, സൂഫികളിൽ ചിലർ അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുന്നത് ഖൗഫ് കൊണ്ട് മാത്രം, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം. ഫല്ലദീ യഅ്ബുദുല്ലാഹ ബിൽ ഖൗഫ് യതഖത്ത ഖൽബുഹു ഖൗഫൻ വഹസനൻ, അങ്ങനെ അല്ലാഹു തആലയെ ഭയം കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഹൃദയങ്ങൾ തകർന്നു പോകും. ഭയം കൊണ്ടും സങ്കടം കൊണ്ടും അവരുടെ ഹൃദയം മുറിഞ്ഞു പോകും. അങ്ങനെ ഏത് സമയവും അവരുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മാത്രം, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ല, അള്ളാഹുവിനോടുള്ള മഹബത്തില്ല. അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഹൃദയത്തിൽ എല്ലായ്പ്പോഴും അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ അത്
മുറിഞ്ഞു പോകും. വല്ലദീ യഅ്ബുദുല്ലാഹ ബിൽ മഹബ്ബത്തി ഫഖദ്, അല്ലാഹുവിനുള്ള മഹബ്ബത്ത് കൊണ്ട് മാത്രം അവനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. യർജു വയഅമലുൽ മആസി, അവര് തിന്മകൾ ചെയ്യും, എന്നിട്ട് അവർ പ്രതീക്ഷിക്കും അല്ലാഹു തആല തനിക്ക് പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയുണ്ടായിരിക്കും അവന്. അതുകൊണ്ട് എന്ത് തിന്മകൾ അവൻ പ്രവർത്തിക്കും, എന്ത് തിന്മകളും അവൻ പ്രവർത്തിക്കും. അതിലേക്കൊന്നും അവൻ ശ്രദ്ധിക്കുന്നതല്ല. ഏത് തരത്തിലുള്ള തിന്മയും പ്രവർത്തിക്കും, എന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ള ആ പ്രതീക്ഷ അവൻ വെക്കും. വബഅദുന്നാസി യഅ്ബുദുല്ലാഹ ബിർറജാഇ ഫഖദ്, അല്ലാഹു തആലയോടുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രം ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അല്ലാഹു തആല ഇബാദത്ത് ചെയ്യും. അവരാണ് മുർജിയാക്കൾ, വഹുമുൽ മുർജിഅ. വബഅദുന്നാസി യഅ്ബുദുല്ലാഹ ബിൽ ഖൗഫി ഫഖദ്, അല്ലാഹു തആലയെ അവനോടുള്ള ഖൗഫ് കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്യുന്ന വിഭാഗം. കദാലിക വഹുമുൽ ഖവാരിജ് അസ്സനാദിഖ, ഒരു ഖവാരിജുകളെ പോലെയുള്ള ആളുകളാണ്. ഭയം മാത്രം, പ്രതീക്ഷയില്ല, അള്ളാഹുവിനോട് മഹബത്തില്ല. മുർജിയാക്കൾക്ക് അള്ളാഹുവിനെ തൊട്ടെന്താണ് ഭയമില്ല, പ്രതീക്ഷ മാത്രം. അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ യഅ്ബുദൂന അല്ലാഹ ബിൽ മഹബ്ബത്തി വൽ ഖൗഫ് വർ റജാ. എന്നാൽ അഹ്ലുസ്സുന്ന വൽ ജമാഅ അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടും കൂടിയാണ്. അൽ മഹബ്ബ വൽ ഖൗഫ് വർ റജാ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും. قال فلا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്, അതും ഏതൊന്നിനേക്കാളും, സ്വന്തം നഫ്സിനേക്കാളും സ്വന്തത്തെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ വാജിബാണ്. ഇല്ല എങ്കിൽ അതുവരേക്കും ഒരാളും മുഅ്മിനാകുന്നതല്ല. وكما جاء في البخاري عن عمر رضي الله عنه قال يا رسول الله لأنت أحب إلي من كل شيء إلا من نفسي. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തീർച്ചയായും താങ്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാണ് എല്ലാത്തിനേക്കാളും, ഏതൊഴിച്ച് എന്റെ നഫ്സ് ഒഴിച്ച്. എന്റെ സ്വന്തത്തെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനേക്കാളും താങ്കൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിന്റെ നഫ്സിനേക്കാളും ഞാൻ നിനക്ക് പ്രിയപ്പെട്ടനാകുന്നത് വരേക്കും നീ എന്നെ സ്നേഹിക്കുന്നില്ല, നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ഫഖാല ലഹു ഉമർ ഫഇന്നഹു ലാൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇപ്പോൾ മുതൽ തീർച്ചയായും താങ്കളാണ് എന്റെ നഫ്സിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത്, എനിക്കിഷ്ടപ്പെട്ടത്. അല്ലാഹുവാണ് സത്യം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആന യാ ഉമർ. റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പോൾ തീർച്ചയായും നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അലാൻ കമുല ഈമാനുക്, ഇപ്പോൾ നിന്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു എന്നർത്ഥം. അൽ ആൻ കമുല ഈമാനുക്. طيب فالناس أحيانا كما ذكر شيخ الإسلام رحمه الله عندما يبدأون في المحبة الإسلام قد لا يحب الدين ولا يحب الله. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹം ചില ആളുകൾ, ജനങ്ങളിൽ ചിലർ ഇസ്ലാമിനെ തുടക്കത്തിൽ തന്നെ ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിനോടുള്ള മഹബത്ത് അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല, അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. വലാകിൻ തദർറുജൻ ഹത്താ യകൂന അദ്ദീനു അഹബ്ബ ഇലൈ, പിന്നെ ക്രമേണ പതുക്കെ അള്ളാഹുവിന്റെ ദീൻ അവർക്ക് എന്തിനേക്കാളും മറ്റെന്തിനേക്കാളും ഇഷ്ടമുള്ളതായിത്തീരും. അള്ളാഹുവും അവന്റെ ദീനും മറ്റെന്തിനേക്കാളും അവർക്ക് ഇഷ്ടമുള്ളതായിത്തീരും. قال أنس رضي الله عنه كان الرجل يدخل في الإسلام لا يريد إلا المال الذي كان يعطيهم رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹിയുടെ കാലത്ത്
ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിരുന്നു. ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ റസൂലിനെ തൃപ്തിപ്പെട്ടതുകൊണ്ടോ അല്ല, നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർക്ക് ധാരാളം സമ്പത്ത് നൽകുമായിരുന്നു, ധാരാളം പണം നൽകുമായിരുന്നു. അത് മോഹിച്ചുകൊണ്ട് മാത്രം കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഈ ദുനിയാവിലുള്ള എന്തിനേക്കാളും മറ്റെന്തിനേക്കാളും ഇസ്ലാം അവർക്ക് പ്രിയങ്കരമായി തീരും. ഫമാ യൽബസു ഇല്ലാ അൻ യകൂന അൽ ഇസ്ലാം അഹബ്ബ ഇലൈഹി മിനദ് ദുനിയ ജമിയൻ. ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ഇസ്ലാമായി തീരും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. قال رحمه الله ولهما عنه قال قال رسول الله صلى الله عليه وسلم ثلاث من كن فيه وجد بهن حلاوة الإيمان ولهما عنه عن أنس رضي الله عنه. من بخاري مسلم reported the hadith. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി, ആരിലാണോ മൂന്ന് കാര്യങ്ങളുള്ളത്, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ആ കാര്യങ്ങളെ കൊണ്ട് അവൻ ഈമാനിന്റെ മാധുര്യം അറിഞ്ഞിരിക്കുന്നു. ആരിലാണോ മൂന്ന് കാര്യങ്ങളുള്ളത് അവൻ ഈമാനിന്റെ മാധുര്യം അറിഞ്ഞിരിക്കുന്നു. അൻ യകൂന അല്ലാഹു വ റസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ഒന്നാമത്തത് അല്ലാഹുവും അവന്റെ റസൂലും അവന് ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും അവന് ഏറ്റവും ഇഷ്ടമുള്ളതും പ്രിയപ്പെട്ടതുമായി തീരുക. അല്ലാഹുവും അവന്റെ റസൂലും അവന് മറ്റൊന്നിനേക്കാളും പ്രിയപ്പെട്ടതായി തീരുക. വഅൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരു മനുഷ്യൻ ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെയല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരുവനെ സ്നേഹിക്കുക. وأن يكره أن يعود في الكفر بعد إن أذقظه الله منه كما يكره أن يقذف في النار, കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫറിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം വീണ്ടും കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനെ വെറുക്കുന്നത് പോലെ വെറുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ആ കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ വെറുക്കുക. എങ്ങനെ നരകത്തിലേക്ക് ഒരു വ്യക്തി എറിയപ്പെടുന്നതിനെ അവൻ എങ്ങനെയാണോ വെറുക്കുന്നത് അതുപോലെ. ഈ മൂന്ന് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവൻ ഈമാനിന്റെ മാധുര്യം അറിഞ്ഞിരിക്കുന്നു. അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും അവന് ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുക. വഅൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരു വ്യക്തി ഒരുവനെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. മൂന്നാമത്തത് കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് പോലെ വെറുക്കുക. വഹാദൽ ഹദീസ് വല്ലദീ ഖബലഹു ബിസനദിൻ വാഹിദ്, മുമ്പ് പറഞ്ഞ ഹദീസും ഈ ഹദീസും ഒരൊറ്റ സനദോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് രണ്ടും. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാർ വഹദ്ദസന മുഹമ്മദ് ബിൻ ജഅഫർ അൻ ശുഅബ അൻ ഖതാദ അൻ അനസ്. രണ്ട് ഹദീസിന്റെയും സനദ് ഒന്നാണ്, ഒരേ സനദാണ്. حدثنا محمد بن بشار حدثنا محمد بن جعفر عن شعبة عن قتادة عن أنس. طيب, ഇതേ സനദോടുകൂടി 25 ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതേ സനദോടുകൂടി. قال وفي رواية لا يجد أحد حلاوة الإيمان, അതുപോലെ തന്നെ ഇതേ സനദിൽ വന്നിട്ട് ചില ഹദീസുകളാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, അതുപോലെ അൽ മർഉ മഅ മൻ അഹബ്, അതുപോലെ ഹദീസ് സലാസു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ഇതെല്ലാം ഇതേ സനദാണ്. തയ്യിബ്,
وفي رواية لا يجد أحد حلاوة الإيمان حتى إلى آخره. മറ്റൊരു റിവായത്തിലുള്ളത് ലാ യജിദു അഹദുൻ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ ഹലാവത്ത്, അതിന്റെ മാധുര്യം ഒരാൾ അനുഭവിക്കുന്നതല്ല. ഹത്താ ഇലാ ആഖിറിൽ ഹദീസ്. طيب. فيكون الله ورسوله أحب إليه مما سواهما. أحب شيء إليه الله ورسوله. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു അവൻ്റെ റസൂലുമായിരിക്കും. അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു അവൻ്റെ റസൂലുമായിരിക്കും. വമഹബ്ബത്തുല്ലാഹി തകൂനു ഹിയൽ ഊല വൽ ഉദ്മ. അപ്പം അള്ളാഹുവിനോടുള്ള മഹബത്തായിരിക്കും അവൻ്റെ ഏറ്റവും ആദ്യത്തേത്. ഏറ്റവും ആദ്യം അവൻ പ്രാധാന്യം കൊടുക്കുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്തിനായിരിക്കും. അവൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്താണ്. വമഹബ്ബത്തുർ റസൂൽ സാബിയത്തുൻ ലിമഹബ്ബത്തില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അതിന് കൂടെ തന്നെ വരുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം. ഒരു വ്യക്തി അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മഹബത്ത് കാദിബാണ്, കളവാണ്. നേരെ മറിച്ച് അള്ളാഹു തആലയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ റസൂലിനോട് കൂടിയുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബിബുകുമുല്ലാഹ്. قال وعن ابن عباس رضي الله عنهما قال من أحب في الله وأبغض في الله ووالى في الله وعادى في الله فإنما تنال ولاية الله بذلك. ابن عباس رضي الله عنهما റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മൻ അഹബ്ബ ഫില്ലാ, ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചോ, ഇഷ്ടപ്പെട്ടോ, വഅബ്ഗദ ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് വെറുത്തുവോ, വവാല ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് സഹായിച്ചുവോ, വആദ ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് ശത്രുത കാണിച്ചുവോ, ഫഇന്നമാ തുനാലു വിലായത്തുല്ലാഹി ബിദാലിക്, ഈ കാര്യങ്ങളെ കൊണ്ട് അവൻ അള്ളാഹുവിന്റെ വിലായത്ത് ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം ഈ കാര്യങ്ങളെ കൊണ്ട് അവന് ലഭിക്കുന്നതാണ്. ഈ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം അവന് നൽകപ്പെടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി സഹായിക്കുക, അള്ളാഹുവിന് വേണ്ടി പരസ്പരം ശത്രുത കാണിക്കുക. അങ്ങനെയെങ്കിൽ അള്ളാഹു തആലയുടെ വിലായത്ത് അവന് ലഭിക്കും. വലൻ യജിദ അബ്ദുൻ തഅമൽ ഈമാൻ, ഒരു അടിമക്കും ഈമാനിന്റെ രുചി കിട്ടുന്നതല്ല. വൈൻ കസുറത് സ്വലാത്തുഹു വസൗമുഹു ഹത്താ യകൂന കദാലിക്, ഇനി അവന്റെ നമസ്കാരവും അവന്റെ നോമ്പും എത്ര വർദ്ധിച്ചാലും ശരി, എത്ര അവൻ നമസ്കരിച്ചാലും നോമ്പെടുത്താലും ശരി, ഈ മേൽ പറയപ്പെട്ട കാര്യങ്ങളില്ല എങ്കിൽ ഒരിക്കലും ഒരാൾക്കും ഈമാനിന്റെ ആ ആസ്വാദനം ലഭിക്കുന്നതല്ല. ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുന്നതല്ല. وقد صارت عامة مؤاخاة الناس على أمر الدنيا, ഇന്ന് ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പരസ്പരമുള്ള സ്നേഹം എന്തായിരിക്കുന്നു? ദുനിയാവിന്റെ പേരിലായിരിക്കുന്നു. ദുനിയാവിന് വേണ്ടി സ്നേഹിക്കുക, ദുനിയാവിന് വേണ്ടി സഹായിക്കുക, ദുനിയാവിന് വേണ്ടി വെറുക്കുക, ദുനിയാവിന് വേണ്ടി ശത്രുത കാണിക്കുക എന്നതായിരിക്കുന്നു. വദാലിക ലാ യുജ്ദി അലാ അഹ്ലിഹി ശൈആ, അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ചെയ്യുന്ന ആളുകൾക്ക്, അതിന്റെ അഹലുകാർക്ക് ഒന്നും തന്നെ കിട്ടുന്നതല്ല ഖിയാമത്ത് നാളിൽ. പരലോകത്ത് ദുനിയാവിന് വേണ്ടി സ്നേഹിക്കുകയും ദുനിയാവിന് വേണ്ടി വെറുക്കുകയും ദുനിയാവിന് വേണ്ടി സഹായിക്കുകയും ദുനിയാവിന് വേണ്ടി ശത്രുത കാണിക്കുകയും ചെയ്തവർക്ക് ഖിയാമത്ത് നാളിൽ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല. റവാഹു ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വഹാദൽ ഹദീസ് ളഈഫ്, വൽ ഹദീസ് സനദുഹു ളഈഫ്, ഈ ഹദീസിന്റെ സനദ് ളഈഫാണ്. ലാകിൻ മഅനാ സഹീഹ്, ലാകിൻ മഅനാഹു സഹീഹ്. ഹദീസിന്റെ സനദ് ദുർബലമാണ്, പക്ഷെ അതിന്റെ മഅന, ഹദീസിന്റെ മഅന സഹീഹാണ്.
من أحب في الله وأبغض في الله والى في الله وعادى في الله لأنه لا يعمل إلا لله. ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവൻ അല്ലാഹു തആലക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. വലാ യുഹിബ് വയുബ്ഗിദ് ഇല്ലാ മിൻ അജ്ലില്ലാ, അവൻ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അല്ലാഹു തആലക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ്. قال بعض السلف إذا أحببت رجلا ثم ابتدع فلم تتركه. സലഫുകൾ പറഞ്ഞു, ഇദാ അഹ്ബബ്ത റജുല, നീ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു, ثم ابتدع, പിന്നെ അതിനുശേഷം ആ വ്യക്തി ഒരു ബിദ്അത്ത് ചെയ്തു, ദീനിൽ പുതുതായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു. ഫലം തത്രുകു, നീ ആണെങ്കിൽ അവനെ ഉപേക്ഷിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഫമഹബ്ബതുക ലൂല ലൈസത് ലില്ലാഹ്, ആ മഹബ്ബത്ത് അല്ലാഹു തആലക്ക് വേണ്ടിയുള്ള മഹബ്ബത്തല്ല. നീ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത് അല്ലാഹു തആലക്ക് വേണ്ടിയല്ല. അല്ലാഹു തആലക്ക് വേണ്ടിയുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ അല്ലാഹുവിന് വേണ്ടി നീ ഇഷ്ടപ്പെടലാണ്. ഇവിടെ അല്ലാഹു തആലക്ക് വേണ്ടിയല്ല നീ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത്. فمحبتك الأولى ليست لله، المحبة التي لله أنك تحبه لله. അല്ലാഹു തആല നീ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അല്ലാഹു തആലക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നു. فإذا عصى الله وتمرد على دين الله, ഇനി ആ വ്യക്തി അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചു, അല്ലാഹുവിന്റെ ദീനിൽ ധിക്കാരം പ്രവർത്തിച്ചു, തുബ്ഗിദുഹു വതത്രുകുഹു വതഹ്ജുറു, അങ്ങനെയാണെങ്കിൽ അവനെ നീ വെറുക്കണം, അവനെ ഉപേക്ഷിക്കണം, അവനെ ഹജ്ർ ചെയ്യണം. അതാണ് അള്ളാഹുവിനോടുള്ള നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനുള്ള തെളിവ്. അല്ലാഹു തആലയെ നീ സ്നേഹിക്കുന്നു, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനോട് നീ മഹബ്ബത്തുള്ളവനാണെന്നതിന് തെളിവ് അതാണ്. അല്ലാഹു തആലയോട് അനുസരണക്കേട് കാണിച്ച് ധിക്കാരം കാണിച്ചവനെ നീ വെറുക്കണം. അതാണ് അല്ലാഹു തആലയെ നീ സ്നേഹിക്കുന്നതിന് തെളിവ്. കൈഫ തഅരിഫുൽ മഹബ്ബ ലില്ലാഹ്, അല്ലാഹു തആലയോടുള്ള സ്നേഹം അല്ലാഹു തആലക്ക് വേണ്ടിയാണ് നീ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചറിയുക? അന്നക ഇദാ റഅയ്തഹു യുഖാലിഫു കിതാബല്ലാഹി വസുന്നത്തി റസൂലിഹി വസുന്നത്ത റസൂലിഹി, ആ വ്യക്തി അല്ലാഹു തആലയുടെ കിതാബിന് എതിര് പ്രവർത്തിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് എതിര് പ്രവർത്തിക്കുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ തത്രുകുഹു വതുബ്ഗിദുഹു, അവനെ നീ ഉപേക്ഷിക്കുകയും അവനോട് വെറുക്കുകയും വേണം. അതാണ് നിന്റെ അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിനെ തിരിച്ചറിയാനുള്ള വഴി. അന്നക ഇദാ റഅയ്തഹു യുഖാലിഫ് കിതാബല്ലാഹി വസുന്നത റസൂലിഹി തത്രുകുഹു വതുബ്ഗിദുഹു ഔ തബ്ഗിദുഹു. أما أنك متعلق به سواء أصاء أو أطاع أو اتبع أو ابتدع هذا دليل على أنك ضعيف في محبة الله. നേരെ മറിച്ച് ആ വ്യക്തി തിന്മ ചെയ്യുന്നു, അല്ലാഹു തആലയുടെ അനുസരണക്കേട് കാണിക്കുന്നു, അല്ലാഹു തആലയെ അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്താലും ഇനി ദീനിൽ ബിദ്അത്ത് ചെയ്താലും അല്ലാഹു തആലയെ അനുസരിച്ചാലും അല്ലാഹു തആലയോട് അനുസരണക്കേട് കാണിച്ചാലും ഒക്കെ ഒരേ അവസ്ഥയാണ് ആ വ്യക്തിയോട്. നീ ആ വ്യക്തിയുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നവനാണ്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാലും ശരി, അനുസരണ കാണിച്ചാലും ശരി, ഒരേ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള നിന്റെ മഹബ്ബത്ത് ലഈഫാണെന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിന്റെ മഹബ്ബത്ത് ലഈഫാണ് എന്നതിന്റെ അടയാളമാണത്. بعض الناس يحب للدنيا اذا راى صاحب المال يعطيه المال احبه. ചില ആളുകൾ ദുനിയാവിന് വേണ്ടി ചില പൈസക്കാരെ സ്നേഹിക്കും. ആ വ്യക്തി പൈസ നൽകുന്ന അല്ലെങ്കിൽ സമ്പത്ത് പണം നൽകുന്ന ആളാണെന്ന് കണ്ടാൽ ദുനിയാവിന് വേണ്ടി ആ വ്യക്തിയെ സ്നേഹിക്കും. ഹത്താ ലൗ ലം യകുൻ സുന്നിയൻ, ആ വ്യക്തി ഒരു സുന്നിയല്ല, സലഫിയല്ല, അല്ലെങ്കിൽ പോലും അയാളെ സ്നേഹിക്കും. ലൗ അതാക ദുനിയ ബിഹദാഫിരിഹാ ലാ യൻബഗി ലക മഹബ്ബതുഹും അബദ. ദുനിയാവിന്റെ മൊത്തമായി കൊണ്ട് ആ വ്യക്തി നിനക്ക് തരികയാണെങ്കിൽ പോലും ആ വ്യക്തിയെ സ്നേഹിക്കുക, അവനോട് മഹബ്ബത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതിന് പാടില്ല. വയംബഗി ലക സജ്റുഹു വനസിഹതുഹു, നിന്റെ മേൽ അവൻ നിനക്ക് അനിവാര്യമായിട്ടുള്ളത് എന്താണ്? അവന് ആക്ഷേപിക്കുക, കാര്യത്തിൽ സജ്ർ ചെയ്യുക, പക്ഷേ അതോടൊപ്പം നസീഹത്ത് നൽകുക, ഗുണദോഷിക്കുക, ഉപദേശിക്കുക. വബഅദുന്നാസ്
യുഹിബ്ബുൽ ഖറാബ വൻ നസബ്. ചില ആളുകൾ കുടുംബ ബന്ധങ്ങൾ അതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ ആ വ്യക്തി എന്ത് തിന്മ ചെയ്താലും അവനോട് മഹബത്തുണ്ടായിരിക്കും. ആള് പറയും ഇതെന്റെ എളാപ്പയുടെ മോനാണ്, അല്ലെങ്കിൽ മുത്താപ്പയുടെ മോനാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക ഞങ്ങളെ ഒപ്പം നിൽക്കുന്ന ആളാണ്. ഇനി ആ വ്യക്തി ഒരു ബാത്തിലിന്റെ ആളാണെങ്കിൽ പോലും, അവൻ തന്റെ കുടുംബക്കാരാണെങ്കിൽ പോലും ആ വ്യക്തി അവൻ സ്നേഹിച്ചു പോകും. അത് അള്ളാഹുവിനുള്ള മഹബത്തിൽപ്പെട്ടതല്ല. നേരെ മറിച്ച് മഹബത്തുൻ ലിൽ ഖറാബ, കുടുംബ ബന്ധം, ബന്ധുക്കളോടുള്ള മഹബത്താണ്. قال ابن عباس في قوله تعالى وتقطعت بهم الأسباب قال المودة وتقطعت بهم الأسباب أي في يوم القيامة قيامة നാളിൽ മവദ്ദത്ത് എല്ലാം മുറിഞ്ഞു പോകും. പരസ്പരമുള്ള മഹബത്തും എല്ലാം തകർന്നു പോകും. അസ്ബാബ് വൽ മഹബ്ബ അല്ലതി കാനു അലൈഹാ ഫി ദുനിയ, ദുനിയാവിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന മഹബത്ത്, ദുനിയാവിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹവും ബന്ധവുമൊക്കെ ഖിയാമത്ത് നാളിൽ മുറിഞ്ഞു പോകുന്നതാണ്. ഈ ബാബിൽ ഒരു ഖുലാസ അന്നൽ മഹബ്ബ ലില്ലാഹ് ഇബാദ, അല്ലാഹു തആലയോടുള്ള സ്നേഹം ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ഇഷ്ടം എന്ന് പറയുന്നത് ഇബാദത്താണ്. ആ ഇബാദത്ത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും, അത് മാതാപിതാക്കളാകട്ടെ, ഭാര്യമാരാകട്ടെ, സന്താനങ്ങളാകട്ടെ, ആരാകട്ടെ, അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അതെന്താണ്? മഹബ്ബത്തിലുള്ള ശിർക്കാണ്. وما دام أن المحبة عبادة وعرفنا أنها عبادة فلا يجوز صرفها لغير الله. അതേപോലെ തന്നെ അല്ലാഹു തആലയോടുള്ള ഇബാദത്ത്, മഹബ്ബത്ത് ഇബാദത്താണെന്ന പോലെ ആ ഇബാദത്തിനെ അല്ലാഹു അല്ലാത്ത മറ്റാരിലേക്കും തിരിക്കുക എന്നുള്ളതും പാടില്ല. ഇല്ലാ ഫീമാ ദല്ല അലൈഹി ശറഅ, ഏതൊഴിച്ച് ശരീഅത്ത് തെളിവുകൾ പറഞ്ഞതിനൊഴിച്ച്, ശറഅ തെളിവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച്. ഏതുപോലെ കമഹബ്ബത്തിർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക. കമഹബ്ബത്തിദ് ദീൻ, ദീനിനെ ഇഷ്ടപ്പെടുക, ദീനിനെ സ്നേഹിക്കുക. അതുപോലെ കമഹബ്ബത്തിൽ ഖുർആൻ, ഖുർആൻ ഇഷ്ടപ്പെടുക. കമഹബ്ബത്തി അഹ്ലിസ് സ്വലാഹ്, അഹ്ലിൽ ഫദ്ൽ, ഫദ്ലിന്റെ സ്വലാഹിന്റെ ആളുകളെ ഇഷ്ടപ്പെടുക. അപ്പൊ അതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ്. വലാ യജൂസു മുസാവാ ഹുബ്ബ ഗൈരില്ലാഹി വലൗ കാന സാലിഹൻ ബിഹുബ്ബില്ലാഹ് ഹാദിഹിൽ മഹബ്ബ മഹബ്ബത്തുൽ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന അതേപോലെ തുല്യമായിക്കൊണ്ട്, ആ കാര്യത്തിൽ തുല്യമായിക്കൊണ്ട് മറ്റൊരാളെയും സ്നേഹിക്കാൻ പാടില്ല. ഇനി ആ വ്യക്തി സ്വാലിഹായിട്ടുള്ളവനാണെങ്കിലും ശരി. വഹുനാക മഹബ്ബത്തു ശിർക്ക്, മഹബ്ബത്തു ശിർക്ക് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതുപോലെയാണ് തുഹിബ് ഗൈറല്ലാഹ് കഹുബ്ബില്ലാഹ്, തുഹിബ് ഗൈറല്ലാഹ് കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെങ്കിലും സ്നേഹിക്കുക. അല്ലെങ്കിൽ തുഹിബ് ഗൈറല്ലാഹ് അക്സർ മിൻ ഹുബ്ബില്ലാഹ്, അല്ലാഹു തആല സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായി മറ്റാരെങ്കിലും സ്നേഹിക്കുക. ഇതെല്ലാം മഹബ്ബത്തിലുള്ള ശിർക്കാണ്. ഹാദിഹി മഹബ്ബ ശിർക്കിയ്യ. ഇനി മഹബ്ബ കുഫ്രിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തുഹിബ്ബ ഗൈറല്ലാഹ് വലാ തുഹിബ്ബുല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നു, എന്നാൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ല, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിനോടുള്ള സ്നേഹം അവന്റെ ഹൃദയത്തിൽ ഇല്ല, തീരെയില്ല. അതാണ് മഹബ്ബ കുഫ്രിയ്യ, മഹബ്ബ കുഫ്രിയ്യ. ഇനി മഹബ്ബ മഅസിയ്യ, മഅസിയത്താകുന്ന മഹബ്ബ എങ്ങനെയാണ്? അൻ തുഹിബ്ബ അഹ്ലസ്സൂർ വൽ ബുഹ്താൻ വൽ ബിദ്അ വൽ ളലാൽ വൽ മആസി, മഅസിയത്തിന്റെ, തിന്മയുടെ, ളലാലത്തിന്റെ, ബിദ്അത്തിന്റെ ആളുകളെ സ്നേഹിക്കുക. അത് മഹബ്ബത്ത് എന്താണ്? മഅസിയത്താണ്, മഹബ്ബ മഅസിയ്യ. അപ്പൊ മഹബ്ബ ശിർക്കിയ്യ, മഹബ്ബ കുഫ്രിയ്യ, മഹബ്ബ മഅസിയ്യ. വഹുനാക മഹബ്ബ തബീഇയ്യ, മഹബ്ബ തബീഇയ്യ, അതാണ് നാലാമത്തത്. തബീഇയായ, പ്രകൃതിയാലുള്ള, സ്വാഭാവികമായിട്ടുള്ള മഹബ്ബത്ത്. അൻ തുഹിബ്ബ വലദക ഔ അബാക ഔ സൗജതക, നിന്റെ
മാതാപിതാക്കളോടുള്ള നിന്റെ സ്നേഹം, അതുപോലെ നിന്റെ സന്താനങ്ങളോടുള്ള സ്നേഹം, നിന്റെ ഭാര്യമാരോടുള്ള സ്നേഹം, അതൊക്കെ സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന സ്നേഹമാണ്. അത് മഹബ്ബത്ത് തബീഇയ്യ. ഇപ്പോൾ അബുൻ കാഫിർ യജൂസ് ഹുബ്ബുഹു. ഇപ്പോൾ വാപ്പ കാഫിറാണ്. വാപ്പ കാഫിറാണെങ്കിലും ആ വാപ്പയെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, ജായിസാണ്. ലിഅന്നഹു അബ്, കാരണം അദ്ദേഹം പിതാവാണ്. അതാണ് മഹബ്ബത്ത് തബീഇയ്യ. അതേപോലെ തന്നെ ഭാര്യ നസ്രാനിയാണെങ്കിലും ഭാര്യയോട് സ്നേഹം അത് തബീഇയ്യാണ്, ഭാര്യയാണ് എന്നുള്ള നിലക്ക്. നേരെ പക്ഷെ അവരുടെ ദീനിനെയല്ല ഇഷ്ടപ്പെടുന്നത്, ഭാര്യ എന്നുള്ള നിലക്ക്. ഹുബ്ബ് തബീഇ, മഹബ്ബത്ത് തബീഇയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെന്ത് ചെയ്തിട്ടില്ല, വിരോധിച്ചിട്ടില്ല. അടുത്ത ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും, പിതാവ് അല്ലെങ്കിൽ പിതാവിന്റെ പിതാവ്, വല്ലിപ്പ, എളാപ്പ, അവർ ഇസ്ലാം മുസ്ലിമുകളല്ലെങ്കിലും അവരോടുള്ള സ്വാഭാവികമായ സ്നേഹം അത് തബീഇയ്യാണ്. യുഹിബ്ബുഹു ഹുബ്ബൻ തബീഇയ്യൻ അമ്മാ മഹബ്ബത്തു ഇബാദ ഫലാ യജൂസ്. എന്നാൽ ഇബാദത്താകുന്ന മഹബ്ബത്ത് പാടില്ല. അതേപോലെ തന്നെ ദീനിന്റെ പേരിൽ അവരെ സ്നേഹിക്കാൻ പാടില്ല. ആ ഒരു ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹം മാത്രമാണ്. ബൽ യുബ്ഗിദുഹു മിൻ അജ്ലി ദീൻ. പക്ഷെ ദീനിന്റെ പേരിൽ അവരെ വെറുക്കണം. എന്നാൽ ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹം ആകാം. وإذا كان عندك محبة طبيعية من أجل أنه قريب لك لكن عليك بنصحه. അപ്പോൾ നിന്റെ അടുത്ത ബന്ധുവാണ് എന്നതിന്റെ പേര് നിനക്ക് അവരോട് തബീഇയായിട്ടുള്ള സാധാരണ ആൾക്ക് പ്രകൃതിയാലുള്ള മഹബ്ബത്ത് ഉണ്ടെങ്കിൽ പോലും നിന്റെ മേലെ നിർബന്ധമാണ് അവർക്ക് നസീഹത്ത് നൽകുക എന്നുള്ളത്. അവരെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക, ഗുണദോഷിക്കുക എന്നുള്ളത് നിന്റെ മേലെ വാജിബാണ്. തയ്യിലാഹുന സുബ്ഹാനക ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.